ഇന്ന് രാവിലെ എണീക്കാൻ കുറച്ച് നേരം വൈകിട്ട് അപ്പോൾ നേരെ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചതിന് ശേഷം ഞാൻ മാവൊക്കെ ഇട്ടെടുത്ത് ഇളക്കുന്നുണ്ട്. പത്തിരിക്ക് വാട്ടിക്കൊഴിക്കാന്നാണ് കേട്ടോ അതിന് പറയാം. അപ്പോൾ കുറച്ച് വെള്ളം കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരുമാതിരി ആയിപ്പോവും, പത്തിരിയെ വെറുങ്ങലിച്ച് പോവും. അങ്ങനെ അതൊക്കെ എന്താ കുഴച്ച് റെഡിയായി സെറ്റാക്കി ഇനി എന്ത് കറി ഉണ്ടാക്കുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഉരുളക്കിഴങ്ങ് എന്നെ ഫ്രിഡ്ജിൽ നിന്ന് മാടി വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഉരുളക്കിഴങ്ങിനെ വേഗം എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വിസിലടിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ബജിക്കറി ഉണ്ടാക്കൂലേ, അതാണ് കേട്ടോ. എല്ലാവരും എന്താ പറയാന്ന് അറിയില്ല, നമ്മളിവിടെ ബജിക്കറി എന്ന് പറയും, ചിലർ എന്തൊക്കെയോ പേരുകൾ പറയുന്ന കേൾക്കാം കേട്ടോ. അപ്പം നിങ്ങളെന്താ പറയാന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ പത്തിരീൻ്റെ സംഭവങ്ങളൊക്കെ ബൗൾസ് ആക്കിയിട്ട് ഞാനിതാ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് ചൂടാറിയതിന് ശേഷം കേട്ടോ വാട്ടി ഇങ്ങനെ കുഴക്കാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെ ചൂടാറിയതിന് ശേഷം ഞാൻ കുഴച്ച് മാറ്റി പത്തിരിയൊക്കെ ചുട്ട് വേഗം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇതാ പത്തിരി ചുട്ടതിന് ശേഷമാണ് ഞാൻ അടുപ്പ് കത്തിക്കാൻ പോകുന്നത്. അതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിച്ചു, ഉമ്മയും ഉപ്പയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടന്ന്. അങ്ങനെ മോനെ ഇന്ന് അംഗനവാടിക്കൊന്നും പോയിക്കില്ല, അപ്പോൾ ഭയങ്കര മടിയാട്ടോ എനിക്ക്. അപ്പോൾ അവൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു ഒന്ന് ചായ കുടിക്കാൻ. അവർക്കൊക്കെ ചായ കൊടുത്തതിന് ശേഷം ഞാനിതാ ചോറിനുള്ള വെള്ളം വെച്ച് തിളച്ചിരുന്നു. അപ്പോൾ വേഗം ഒന്ന് അരി ഇട്ടിട്ട് ഞാൻ നേരെ അകത്തോട്ട് വന്നിട്ടോ. അകത്താണെങ്കിൽ ഫുൾ അലമ്പാക്കിയിട്ടൊക്കെയുണ്ട്. അപ്പോൾ ഞാൻ വേഗം റൂമൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി ബെഡ്ഷീറ്റും പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ചോട്ടോ. ഇതൊരു മെനയിൽ ഇരുന്നാൽ തന്നെ വീട് കംപ്ലീറ്റ്ലി വൃത്തിയായ പോലെയാണ് കേട്ടോ. പിന്നെ ഈ സെറ്റി നീക്കൽ എൻ്റെ മോൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ എന്താണെന്നറിയില്ല, ഇവർക്കിത് നീക്കിയാലൊരു സംതൃപ്തിയാണ്. അതുകൊണ്ട് പിന്നെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഞാൻ എന്താ ചീത്ത പറയലില്ല കേട്ടോ. അപ്പം ജനാലൊക്കെ കുറച്ച് മാറാലുണ്ടായിരുന്നു, അതൊക്കെ തട്ടി. എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മടക്കി വെക്കലാണ് കേട്ടോ. അപ്പം ഇങ്ങനെ കൂട്ടി വെക്കും. അപ്പം അങ്ങനെ കുറേ ആകുമ്പോൾ പിന്നെ അങ്ങോട്ട് മടക്കി വെക്കും. മടി മാറൂല, എന്നാലും മടക്കി വെക്കും. അങ്ങനെ ഞാനിതാ 3 എണ്ണേ ഉള്ളൂ തേക്കാൻ. ഇതിനും ഭയങ്കര മടിയാട്ടോ തേക്കാൻ. അങ്ങനെ വേഗം അയൺ ചെയ്ത് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഹാങ്കറിൽ. അപ്പോഴാണ് നമ്മളെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നത്. അതിഥി ആരെല്ലാം ഒരു ചേരായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെയും കുറച്ച് നേരം നോക്കിയിരുന്ന് വേഗം ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഇന്ന് നമുക്ക് പർച്ചേസിങ്ങിന് പോകണം, നമ്മളെ ബേബിക്കുള്ള സാധനങ്ങൾ വാങ്ങണം. അങ്ങനെ അതിന് വേണ്ടിയിട്ട് കുളിച്ച് വേഗം മാറ്റി വന്നതിന് ശേഷം മീൻകറിയും കയ്പ്പക്കുപ്പേരിയും അച്ചാറും മീനും ഒക്കെ കൂട്ടിയിട്ടാ ഞാൻ ചോറ് നിന്നിട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെയിൽ വന്നിട്ടോ, ഇളം വെയിൽ വൈകുന്നേരത്തെ. അപ്പോൾ ആ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ഞാനും മോനും കൂടി ടെറസിന് മുകൾക്ക് വന്ന് കേട്ടോ. അപ്പോൾ 8 മന്തൊക്കെ ആയി. അപ്പോൾ വെയിൽ കൊള്ളാൻ നല്ലതാന്ന് പറഞ്ഞിട്ട് ഞാൻ മേലെ കയറി വെയിൽ കൊള്ളുന്നുണ്ട്. അപ്പോഴാണ് ഉപ്പ ഒരു ഓട്ടോറിക്ഷയിൽ വരുന്നത് കണ്ടത്. നമ്മളെ ഇവിടെ വേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനും വേണ്ടിയിട്ടുള്ള പൈപ്പും കൊണ്ട് വന്നിട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ്. ബൈ ഗായ്സ്.